ഈ പടം എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഉം. ആക്ച്വലി ഞാന് ഹിന്ദി പടമൊന്നും കാണാറില്ല. എനിക്ക് ഹിന്ദി ആ ഒരു ബോളിവുഡിലോട്ട് ഞാന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. കാര്യം ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറച്ച് പടങ്ങളെ ബോളിവുഡിൽ കണ്ടിട്ടുള്ളൂ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്ക് പണ്ട് തൊട്ട് ഹിന്ദി പടത്തിനോട് വലിയ താല്പര്യമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ആ ലാംഗ്വേജ് എനിക്ക് ആദ്യം മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒരു ഹിന്ദി പഠിച്ചിട്ട് ഏകദേശം ഒരു 4 5 6 വർഷം ആവത്തുള്ളൂ. ആഹ് ഞാൻ ഋഷികേശിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഹിന്ദി പഠിക്കണം. ഹിന്ദി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഹിന്ദി പഠിക്കണം. ഇംഗ്ലീഷൊന്നും അധികം ആർക്കും അങ്ങനെ ഞാൻ അവിടെ നിന്ന മേഖലയിൽ ആർക്കും അങ്ങനെ ഇംഗ്ലീഷ് വലിയ എക്സ്പോഷർ ഇല്ല. അപ്പോൾ ഞാൻ ഹിന്ദി പഠിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഹിന്ദി. അപ്പോൾ ഞാൻ കുറച്ച് മൂവീസ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ രൺബീർ കപൂറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ "ഏ ജവാനി ഏ ദിവാനി" അങ്ങനെയുള്ള മെയിൻ സ്ട്രീം മൂവീസ് ഇപ്പോൾ "ഏ ദിൽ ഹേ മുഷ്കിൽ" അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ്റെയൊക്കെ കുറേ പഴയ എല്ലാവരും കണ്ടിരിക്കുന്ന മൂവീസില്ലേ ഹിന്ദീസിൽ, അതേ ഉള്ളൂ. പക്ഷേ ഈ പടം ഇംതിയാസ് അലിയുടെ ഈ "മേം വാപ്പസ് ആവുംഗ" എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് ഞാൻ ആ പടം ഇവിടെ സെൻട്രൽ സ്ക്വയർ മാളിൽ ബുക്ക് ചെയ്ത് പോയി കണ്ടു. എടാ എന്തൊരു പടമാടാ അത്! എന്തുവാ ചെയ്തു വെച്ചേക്കുന്നത്! ഞാൻ അപ്പോഴാണ് ഇവൻ പറയുന്നത് ഇങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആളുണ്ട്. ഇപ്പം അണ്ടർ റേറ്റഡ് ഒന്നും അല്ല, ഇതായിട്ടുണ്ട്. പക്ഷെ പുള്ളി എന്താ പറയുക, കൊമേഴ്ഷ്യലൈസ് ചെയ്യാതെ പടത്തിനെ ഒരു ആർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇംതിയാസ് അലി. അത് ഈ പുള്ളിയുടെ തമാശ എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതും എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് "മേം വാപ്പസ് ആവുക" കണ്ടപ്പോൾ മനസ്സിലായത്, ഞാൻ ഉള്ളിലൊരു സാധനം ഇതേപോലെ ഏതെങ്കിലും മൂവീസിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരുപാട് നോക്കിയിട്ടുള്ള റിസർച്ച് ചെയ്തൊരു സബ്ജക്റ്റാണ് ഈ ട്രാൻസ് ജനറേഷണൽ സിൻഡ്രോം. അതായത് ഇന്റർ ജനറേഷണൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന സാധനം. അതായത് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന എന്തെങ്കിലും ട്രോമാസ്, സിൻഡ്രോം അല്ല ട്രോമാസ്. ഈ ട്രോമ നമ്മുടെ, അതായത് നമുക്ക് ഈ പൂർവികർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പിൻഗാമികൾക്കും കിട്ടുന്ന സാധനം, ഈ ജനറേഷനിലായിട്ട് കിട്ടുന്ന ട്രോമാസിനെയാണ് ട്രാൻസ് ജനറേഷണൽ ട്രോമ, ഇന്റർ ജനറേഷണൽ ട്രോമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിനെ മനോഹരമായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് പഞ്ചാബിനെ രണ്ടായിട്ട് മുറിച്ച് മാറ്റിയപ്പോൾ പഞ്ചാബിൻ്റെ പകുതി പാകിസ്ഥാനും കൊടുത്തു, പകുതി നമ്മുടെ ഇന്ത്യയിലും വന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെ സ്വന്തം കാമുകിയെ വിട്ടിട്ട് വരേണ്ടി വന്നൊരു പുള്ളിക്കാരൻ്റെ കഥയാണ് ഈ കഥ. അപ്പോൾ ഈ പുള്ളി അന്ന് വന്ന് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഈ ടൈം ലൈനിലാണ്. ഈ ടൈം ലൈനിൽ വന്നിട്ടും ആളിന് ആ ട്രോമ അവിടെ ഉണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ നടന്ന കുറേ എന്താ പറയുക, ട്രാജഡി, ആളിന് കിട്ടിയ ആ ട്രോമ, അത് ജനറേഷണലായിട്ട് മക്കളും മക്കളുടെ മക്കൾക്കൊക്കെ കിട്ടിയ സാധനം, ആ ട്രോമ എങ്ങനെയാണ് ഇവർക്ക് വന്നതെന്നുള്ള സാധനം കാണിക്കുന്ന ഒരു സിനിമയാണിത്. ഭയങ്കര കിടിലനായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ, കിടിലനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹിന്ദി മൂവീസ് ഞാനങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാത്തതിൽ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു. ഞാനിപ്പോൾ ഇംതിയാസ് അലിയുടെ പടങ്ങളും മാത്രമല്ല, രാജ്കുമാർ ഹിരണിയോ അങ്ങനെ ആരണ്ടുണ്ട് ഇവൻ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദിയിൽ ഒരു എക്സ്പോഷറും ഇല്ല. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെയൊക്കെ പടങ്ങളൊക്കെ എനിക്കിരുന്ന് കാണണം. ഹിന്ദി മൂവീസ് എനിക്കിനി കാണണം. ഞാൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. എൻ്റെ മൈൻഡിൽ സത്യം പറയാലോ ബോളിവുഡിൽ മൂവീസിൽ ഞാൻ വാറും മറ്റതും മറിച്ചതൊക്കെ അങ്ങനെ കുറേ ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഫീൽഡായിട്ടാണ് ഞാൻ അതിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത്. പക്ഷെ നല്ല നല്ല സാധനങ്ങളുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മിസ് ചെയ്യുന്നു, ഞാൻ ഒരുപാട് പടങ്ങൾ മിസ് ചെയ്യുന്ന പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ മൂവി ഇരുന്നൊന്ന് കാണണം. അപ്പോൾ "മേം വാപ്പസ് ആവുംഗ" ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം പകുതിയായപ്പോഴും കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് കാണുന്നത് ഇവൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിനോട് ഒരു ഹ്യൂജ് താങ്ക്സ്, നല്ലൊരു പടം എനിക്ക് സജസ്റ്റ് ചെയ്തതിന്. കാര്യം തിയേറ്ററിൽ നിന്ന് എനിക്ക് കരയാണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ആ പാർട്ടീഷൻ്റെ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലുള്ള അപ്പുറമുള്ള ആ ട്രോമാസ്, ആ നടന്ന ട്രാജഡി, അതിന് പക്ക ഇതിൽ എന്താ പറയുക വരച്ച് കാട്ടിയിട്ടുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് ആ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് നടന്നതെന്നുള്ളതും, ഈ കലാപങ്ങളുണ്ടായ സമയത്ത് അതെങ്ങനെയാ അത് ചുമ്മാ കുറേ ന്യൂസ് മുക്കി കുറേ ന്യൂസ് മാത്രം പറയാതെ എല്ലാം പക്ക ആ ഒരു നടന്ന കാര്യത്തിന് അതേപോലെ തന്നെ വർണ്ണിച്ചിട്ടുണ്ട് ഇത്. നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് നമുക്കത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുമല്ല, എനിക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സോട്ടൊക്കെ എത്തിയപ്പോൾ ഞാനങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പിന്നെ നസറുദ്ദീൻ ഷാ എന്നല്ലേ ആളുടെ പേര്? അതെ.
അതായത് നമ്മുടെ 'കൃഷിലൊക്കെയുള്ള വില്ലൻ. 2 അല്ല ഫസ്റ്റിലാ കൃഷി തന്നെ. കൃഷിയിലൊക്കെയുള്ള വില്ലനായിട്ട് അഭിനയിച്ച നസറുദ്ദീൻ ഷാ. എനിക്ക് ഇവരുടെ ഹിന്ദി നടന്മാരുടെ പേര് പോലും മര്യാദയ്ക്ക് അറിയത്തില്ല. ഞാനിപ്പോഴൊക്കെയാണ് ഇവൻ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അറിയുന്നത്. ഈ നസറുദ്ദീൻ ഷായാണ് ഈ പ്രായമായ മനുഷ്യനായിട്ട് അഭിനയിച്ചതെന്ന് കണ്ടപ്പോൾ എൻ്റെ ചിരി പോയി. സത്യം പറയാലോ എൻ്റെ ചിരി പോയി. പുള്ളി അഭിനയിച്ചിരിക്കുന്ന ഒരു ബലിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടെടാ. ഈ പുള്ളിയൊക്കെ എന്തോ നടന്മാര്. ഞാൻ ഒരുപാട് പടങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറയാം. എനിക്കിപ്പോൾ അത് മനസ്സിലായി. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇംതിയാസ് അലി എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററുടെ ക്രിയേഷൻസിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഇപ്പോൾ. എനിക്ക് ഇനിയും പുള്ളിയുടെ ഒരുപാട് പടങ്ങളുണ്ട്. അതൊക്കെ ഇരുന്നൊന്ന് കാണണം. ഇതെനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം എനിക്കൊരു വെളിപാടായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. നമുക്കൊരു വിങ്ങലോട് കൂടി അല്ലാതെ ഈ സിനിമ കണ്ടിറങ്ങി വരാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞ് ഇത് ഇപ്പോൾ മൊത്തം കരയുന്ന ശോകപ്പടമൊന്നുമല്ല. തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇതിനുണ്ട്. പക്കയായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു 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 മാസ്റ്റർ പീസാണ് ഈ പടം. അല്ലാതെ ഇതിനെ എവിടെയൊക്കെയോ ഞാന് കേട്ടു. റെഡ്ഡിറ്റിലും അവിടെയൊക്കെ കുറേ അളിയന്മാരൊക്കെ വന്നിരുന്ന് ഇതിനെ അജണ്ട പടം, മറ്റേ പടം, മറിച്ചേ പടം, മറ്റേതിനെ മുക്കുന്നു, മറിക്കുന്നു. ഞാൻ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും നോക്കരുത്. അങ്ങനെയൊന്നും ഈ പടത്തിനെ കാണരുത്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫാക്റ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളതെല്ലാം അതേപോലെ തന്നെ നടന്ന കാര്യങ്ങളാണ്. അതിനകത്തൊന്നും മുക്കിയിട്ടില്ല. ഒരു ന്യൂസ് പോലും അവർ എന്താ പറയുക മറച്ചു വെച്ച് വേറൊന്നിനെ ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് പാർട്ടീഷൻ നടന്നത് എന്തിനാണെന്നും നടന്നപ്പോൾ ആ ഗ്രൗണ്ട് ലെവലിലുള്ള ആൾക്കാർക്കുണ്ടായ എന്താ പറയുക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഇതിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഗ്ലാഡാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ലക്കിയാണ് ഈ ടൈം ലൈനിൽ ജനിച്ചത്. ഈ സമയത്തൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. ആ സമയത്ത് ഈ പാർട്ടീഷൻ്റെ സമയത്തൊക്കെ അവരനുഭവിച്ചിരുന്ന ഓരോ പ്രോബ്ലംസൊക്കെ ഈ സിനിമയിൽ കാണുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുക ഞാനൊക്കെ എന്ത് ലക്കിയാ. നമുക്കൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫിംഗർ സ്നാപ്പിൽ നമുക്ക് ഇൻഫർമേഷൻ കയ്യിലുണ്ട്. അന്ന് ഈ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 3 ദിവസമെങ്കിലും എടുക്കും ഒരു ന്യൂസ് ഒരിടത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ ന്യൂസ് ഒരിടത്ത് എത്താൻ ഇച്ചിരി ദൂരെയുള്ളിടത്ത് എത്താൻ 3 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ എന്തുമാത്രം സ്ലോ ആയിരുന്നു ആ സമയം. ആ സമയത്ത് നടക്കുന്ന കലാപങ്ങളും കാര്യങ്ങളൊക്കെ അത്രമാത്രം ആഘാതം ഉണ്ടാവും. അത് പബ്ലിക്കിലോട്ട് അറിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് 4, 5 ചെവി മറിഞ്ഞെത്തി വേറെ രീതിയിലൊക്കെ ആയി. പിന്നെ അത് വേറെ കലാപമായി, പ്രശ്നമായി, മറ്റേതായി, മറിച്ചതായി. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ലക്കിയാണെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്തിനേക്കാളും ഇവിടെ ഈ കാലത്ത് ജനിച്ചതിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പാർട്ടീഷൻ ലോകം കണ്ടതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ അതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ നോളജ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ഈ കമൻറ്റ് ബോക്സിൽ അത് തിരുത്താം. പക്ഷേ ഇത്രയും ഒരു ഇത്രയും ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ല ലോകത്ത് നടന്നതിൽ ലാസ്റ്റായിട്ട് നടന്ന ഒരു വലിയൊരു ഹ്യൂജ് ഒരു പാർട്ടീഷൻ അത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പാർട്ടീഷൻ തന്നെയായിരുന്നു. ആക്ച്വലി അത് എന്തിനായിരുന്നു? ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും എല്ലാ കമ്മ്യൂണിറ്റീസും ഒരുമിച്ച് ജീവിക്കുന്നില്ലേ? പിന്നെ എന്തിനു വേണ്ടി ഈ 2 രാജ്യങ്ങളെ ഒരു രാജ്യത്തിന് 3ആയിട്ട് വിഭജിച്ച് ഇങ്ങനെ പോയി? എല്ലാവർക്കും ഒരുമിച്ചങ്ങ് കഴിഞ്ഞുകൂടായിരുന്നോ? വൈ? എന്തിനായിരുന്നു അത്? അത് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തൊരു ഹാർമണി ആയിരുന്നിരിക്കും. എനിക്കത് ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറയാലോ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമ ലാസ്റ്റ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ എഴുതി ടൈറ്റിൽസ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സോങ് ഉണ്ട് അതിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഹാർമണി ആയിട്ട് പോവേണ്ടടുത്ത് നമ്മളിപ്പോഴും ബോർഡേഴ്സിന് വേണ്ടി ലാൻഡിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് മണ്ടന്മാരാണ് നമ്മൾ. ഒരു ഹാർമണി ആയിട്ട് പോവേണ്ടതിന് എനിക്ക് ഭയങ്കര ഞാൻ സത്യം പറയാലോ എനിക്ക് പൊട്ടിപ്പോയി. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് എനിക്ക് പൊട്ടിപ്പോയി. ഈ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്സ്, ഈ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു മൊറാലിറ്റി, ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തോട്ട് അത് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര പവർഫുള്ള്. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റൂ. അതിന് മുന്നേ നടന്ന, അതിന് ശേഷം നടന്ന ഈ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് കാരണം നമ്മുടെ തലമുറയും നമ്മുടെ കൂടെയുള്ളവരൊക്കെ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്.
ലോകത്തെന്തിനാ ഈ ബോർഡേഴ്സ്? ബോർഡേഴ്സ് ഇറ്റ്സ് ആക്ച്വലി അത് ഓക്കെ. ബോർഡേഴ്സ് ഇരുന്നോട്ടെ. ലാൻഡിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് എല്ലാരും മതത്തിന് വേണ്ടിയിട്ടും, എല്ലാരും എന്താ പറയാ, സ്വയം ഐഡിയോളജിക്ക് വേണ്ടിയിട്ടും, നിറത്തിന് വേണ്ടിയിട്ടും, പണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാ? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് മണ്ടന്മാരാ നമ്മള് ഹ്യൂമൻസ്. ഇത്രയ്ക്കും ചെറിയ തോട്ട്സായിട്ട് നമ്മള് മുന്നോട്ട് പോണോ? ഇത്രയും ടെക്നോളജി ആൻഡ് അഡ്വാൻസ് ആയി, ഇത്രയും ടെക്നോളജിയുടെയൊക്കെ പീക്കിലെത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് സ്റ്റിൽ നമ്മളെന്തിനാ പഴയ ഐഡിയോളജിയൊക്കെ വെച്ച് ഈ ഫൈറ്റ് ചെയ്ത് തമ്മി തല്ലിയൊക്കെ നിൽക്കണേ? ആ ടെക്നോളജിയായിട്ട് നമ്മള് കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രവുമായിട്ടങ്ങ് മുന്നോട്ട് പോയാൽ പോരെ? ഞാനൊരു ശാസ്ത്ര ഇന്റലക്ച്വൽ ആവുകയല്ല, ഒരു സയന്റിഫിക് ഇന്റലക്ച്വൽ ആവുകയല്ല ഇവിടെ. ഞാൻ പറഞ്ഞതാ. എന്തിനാ ഇപ്പോഴും ആ പഴയ ഷിറ്റി തോട്ട്സും വെച്ചുകൊണ്ട് ഇവിടെ ആൾക്കാർ നടക്കണേ? ഇപ്പോഴും ആൾക്കാർക്ക് നേരം വെളുത്തിട്ടില്ലെന്നേ. ഞാൻ പറയാം, ഞാൻ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പോലും പലർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. ഇനിയും മേ ബി ഒരു 2, 3 തലമുറ, ഇനി ഒരു 3, 4 തലമുറ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇനിയും നല്ല രീതിയിൽ മാറാം. നല്ല രീതിയിൽ ആൾക്കാരുടെ തോട്ട്സൊക്കെ മാറി തുടങ്ങാം. ഇത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇനിയും മാറി തുടങ്ങാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറണം. ഇപ്പോഴേ മാറി തുടങ്ങണം. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പെരുമാറി നമ്മൾ ഈ എന്താ പറയുക, നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, നമ്മളെ ഒരു തോട്ടിൽ കൺസ്ട്രെയിൻ ചെയ്ത് നിർത്തുന്ന പല തോട്ടിനെ നമ്മൾ വലിച്ചെറിയണം. എന്നിട്ട് സ്വയം ചിന്തിച്ച്, സ്വയം യുക്തിക്കും സ്വയം നല്ലത്, മറ്റുള്ളവനും നല്ലത് വരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു ഹ്യൂമൻ ആണെങ്കിൽ അവൻ മറ്റൊരു ഹ്യൂമൻ, അല്ലെങ്കിൽ സ്വന്തം പരിസരത്തിന്, അവൻ്റെ കുടുംബത്തിന്, ആ ഒരു സൊസൈറ്റിക്ക്, അവൻ്റെ കൺട്രിക്ക്, ഈ വേൾഡിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ നിന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐഡിയോളജിയെ കെട്ടിപ്പിടിച്ച്, പണ്ടാരണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച കുറേ ഐഡിയോളജിയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതാണ് വലുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തല ഉപയോഗിച്ച് ചിന്തിക്കുക. ഈ പടം കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഒരു 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 കാര്യം അതാണ് എനിക്ക് സത്യം പറയാമല്ലോ. ഇത് മോസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള തിങ്കിങ് ഉള്ള ആൾക്കാർ, ഈ ഒരു 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 ഫ്രീഡം ഇല്ലാതെ കഴിയുന്ന, പക്ഷെ ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയ തോട്ടിന് വഴിയൊരുക്കുന്ന ഒരു സിനിമയാണത്. എല്ലാവരും പോയി കാണുക.